വടിച്ചെടുക്കത്തക്കവണ്ണം കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതെന്താ മീനാക്ഷി? മണിമേഖലയുടെ നെറ്റിൽ പുരട്ടാനുള്ള പച്ചില മരുന്നാണമ്മേ. കുട്ടിയാണോ പച്ചില മരുന്ന് പറഞ്ഞു കൊടുത്തത്? ആ, മണിമേഖലയെ വന്ന് കാണണമെന്നും ആശ്വസിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ശിവകാമി ചേച്ചിയെ ഭയമാണോ? രോഗം പകർന്ന് വസൂരിക്കല വീണ് അമ്മയുടെ ചർമ്മസൗന്ദര്യം നഷ്ടപ്പെടുമെന്ന ഭയം? ഒന്ന് പോ കുട്ടി. അമ്മേ, ഈ പ്രപഞ്ചത്തിലെ മഹാവൈദ്യനാണ് മഹാദേവൻ. അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു രോഗവും പകരില്ല. ഞാനും ശിവാനിയും എത്രയോ ദിവസമായി മണിമേഖലയെ പരിചരിക്കുന്നു. ഞങ്ങൾക്കൊരാപത്തുമില്ലല്ലോ. പക്ഷേ മകളെ, നിങ്ങളെപ്പോലെ മഹേശന്റെ അനുഗ്രഹം അമ്മയ്ക്കില്ലല്ലോ. മനസ്സിലൊരു നന്മ തോന്നിയാൽ മതി, അവിടെ മഹേശ്വരനുണ്ടാകും. മരുന്നരച്ച ശേഷം അമ്മയും ചേച്ചിയെ കാണാൻ ഞങ്ങളോടൊപ്പം വന്നു നോക്കൂ. ഒരു രോഗപകർച്ചയും ഉണ്ടാവില്ല. മണിമേഖലെ, ഇതാ മരുന്ന് അരച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി അസുഖം മെല്ലെ കുറഞ്ഞോളൂ. ഒരല്പം ആശ്വാസം തോന്നുന്നു. എന്നാലും ആ ശിവകാമി, അവള് മാത്രം ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ലല്ലോ മീനാക്ഷി. വിഷമിക്കാതെ മണിമേഖലെ, നിന്റെ സുഖത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ അവളും വരും. ഹാ, വരുമെങ്കിൽ വരട്ടെ. മീനാക്ഷി, എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നുണ്ട്. കുറച്ച് പാൽക്കഞ്ഞി വേണം. കുറച്ച് പാൽക്കഞ്ഞി തയ്യാറാക്കാമെന്ന് ശിവാനി പറഞ്ഞിരുന്നു. എന്തിനെന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല. മണിമേഖലയ്ക്ക് കൊടുക്കാനായിരുന്നു അല്ലേ? അതെ. മണിമേഖലയ്ക്ക് പാൽക്കഞ്ഞി വേണോന്ന് നീ എങ്ങനെ അറിഞ്ഞു? പരമശിവനെ പോലെ മഹാവൈദ്യനല്ലെങ്കിലും ഞാനും ഒരു കുഞ്ഞു വൈദ്യയല്ലേ ചേച്ചി? ഞങ്ങൾ പാൽക്കഞ്ഞി തയ്യാറാക്കിക്കൊണ്ടുവരാം. വരൂ.
ഇതാ ഈ പൊടി തലയിൽ തേച്ചോളൂ. ഈർപ്പം പിടിച്ച് തലനീര് ഇറങ്ങാതിരിക്കാനാ. മീനാക്ഷി, ഇതെനിക്ക് 2ാം ജന്മമാണ്. നിന്റെയും ശിവാനിയുടെയും പ്രാർത്ഥനയുടെയും പരിചരണത്തിന്റെയും ഫലമായി കിട്ടിയ 2ാം ജന്മം. നിങ്ങളോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. മണിമേഖലെ, ആപത്തിൽപ്പെടുന്ന മനുഷ്യരെ സഹായിക്കുക എന്നത് മനുഷ്യധർമ്മമാണ്. ഞങ്ങളതേ ചെയ്തിട്ടുള്ളൂ. ദ്രോഹിച്ചവരെ കൈപിടിച്ചുയർത്തുന്നതും പൊതുധർമ്മമായി കാണുന്നതും നിന്റെ മഹാമനസ്കത. എന്റെ ശത്രുവായ നിന്നെ തറവാട്ടിൽ നിന്ന് ഓടിക്കാനാണ് ഞാൻ സഹോദരനെയും കൂട്ടി വന്നത്. ഇവിടെ വന്നതിൽ പിന്നെ ഒരു ശത്രു കൂടിയായി, ശിവാനി. നിങ്ങളെ ദ്രോഹിക്കാനും ഇല്ലായ്മ ചെയ്യാനും അടവുകൾ ഒത്തിരി പയറ്റിയവളാണ് ഞാൻ. ആ ഞാനിന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഈ തറവാട് വിട്ടു പോകരുത്. ഈ തറവാടിന്റെ നെടും തൂണുകളാണ് നിങ്ങൾ, ഐശ്വര്യങ്ങളാണ്. ഇനി നിങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. അഴകേശനെയും കൂട്ടി ഞാൻ എന്റെ തറവാട്ടിലേക്ക് മടങ്ങുകയാണ്. മടങ്ങാനോ? വസൂരി വന്ന് ഭേദമായി കുളിച്ചു കഴിഞ്ഞാൽ കുറച്ചു ദിവസത്തെ പരിപൂർണ വിശ്രമം ആവശ്യമാണ്. വിശ്രമം കഴിഞ്ഞിട്ടാകാം മടക്കം. ഞങ്ങൾ നോക്കുന്നത് പോലെ ചേച്ചിയെ നോക്കാൻ തറവാട്ടിൽ ആരാ ഉള്ളത്? വിശ്രമം കഴിഞ്ഞ് പോയാ മതി ചേച്ചി. പോകണം മീനാക്ഷി. ഇനി ഇവിടെ നിന്നാ എന്റെ മനസ്സ് വീണ്ടും മാറിയാലോ? നിന്നെ എന്റെ ശത്രുവായി വീണ്ടും കണ്ടാലോ? മുറച്ചെറുക്കനായ പച്ചയമാലുമൊത്തുള്ള ജീവിതം ഓർമ്മ വെച്ച കാലം മുതൽ സ്വപ്നം കണ്ടതാണ്. അതിനൊരു തടസ്സമായി കയറി വന്ന നിന്നെ ആജന്മ ശത്രുവായി കണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് സ്വാഭാവികമല്ലേ മീനാക്ഷി? ഇപ്പോഴും പച്ചയമാലിന്റെ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കഴിയുന്നില്ല. ഇപ്പൊ ഒരു സത്യം ഞാൻ പറഞ്ഞാൽ മണിമേഖലയ്ക്ക് മനസ്സിലാകും. പച്ചമാൽ ജ്യേഷ്ഠനെ കണ്ണും കവിളും കാട്ടി വശീകരിച്ചെടുത്തതല്ല ഞാൻ. മഹാദേവന്റെ സ്വപ്ന ദർശനവും മഹാരാജാവിന്റെ കൂട്ടിച്ചേർക്കലും എനിക്കനുസരിച്ചല്ലേ പറ്റൂ. എന്നെ ഭാര്യയായി കാണുന്ന, സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ ഈ ജന്മം പച്ചമാൽ ജ്യേഷ്ഠനിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് പച്ചമാലിനെ ഉപേക്ഷിക്കണമെന്ന് ഭഗവാന്റെ അരുളപ്പാടുണ്ടായാൽ, മഹാരാജാവിന്റെ കൽപ്പനയുണ്ടായാൽ, ആ നിമിഷം ഞാൻ അദ്ദേഹത്തെ മണിമേഖലയ്ക്ക് വിട്ടു തന്നിരിക്കും. ഈ തറവാട് വിട്ട് ഇറങ്ങിയിരിക്കും. ചേച്ചിയുടെ അസുഖമൊക്കെ ഭേദമായല്ലോ. എനിക്കിപ്പോഴാ സമാധാനായത്. ഞാൻ എന്റെ പുന്നാര നാത്തൂനെ ഒരു നോക്ക് കാണാനിരിക്കുമായിരുന്നു. അസുഖം ബാധിച്ചു കിടന്നപ്പോ ഞാൻ എന്റെ പുന്നാര നാത്തൂനെ ഒരുപാട് തവണ വിളിച്ചിരുന്നു, ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി. നാത്തൂന് ഉത്സാഹത്തോടെ കൊണ്ടുവന്ന കുടിവെള്ളത്തിന്റെ പച്ചയിലല്ലേ ഞാൻ അസുഖം ഭേദമായി എഴുന്നേറ്റത്. കുത്തുവാക്ക് പറയാതെ ചേച്ചി, സത്യമായിട്ടും വസൂരി രോഗത്തെ ഭയന്നിട്ടാ, അല്ലാതെ ചേച്ചിയോടൊരു വെറുപ്പുണ്ടായിട്ടല്ല. മനസ്സിലായി. അസുഖം മൂർച്ഛിച്ചു കിടന്നപ്പോ എന്നെയും കൂട്ടി എന്റെ തറവാട്ടിലേക്ക് പോകണമെന്ന് അഴകേശനോട് ആവശ്യപ്പെട്ടവളല്ലേ നീ? നിന്റെ ആവശ്യം നടക്കണമല്ലോ. ഞാനും അഴകേശനും ഞങ്ങളുടെ തറവാട്ടിലേക്ക് മടങ്ങുന്നു. തറവാട്ടിലേക്ക് മടങ്ങുന്നെന്നോ? അതെ, മീനാക്ഷിയെ പുകച്ചു പുറത്തു ചാടിക്കാനാണല്ലോ ഞാനും അഴകേശനും വന്നത്. വന്നതിന് ശേഷം മീനാക്ഷിയെ മാത്രമല്ല, ശിവാനിയെ പുറത്തു ചാടിക്കാൻ തന്ത്രങ്ങൾ ഒരുക്കി. എനിക്കൊരാപത്ത് വന്നപ്പോ ഒരു തുള്ളി വെള്ളം തരാനും പരിചരിക്കാനും മീനാക്ഷിയും ശിവാനിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ദ്രോഹിക്കുന്ന ഒരു കാര്യത്തിനും ഇനി ഞാനില്ല. അപ്പോ ചേച്ചിയും
ചേച്ചിയും മീനാക്ഷിയുടെ പക്ഷം ചേരാൻ തീരുമാനിച്ചു അല്ലേ? അതെ, തീരുമാനിച്ചു. വീണ്ടും വിചാരമില്ലാതെ ഓരോന്ന് തീരുമാനിക്കരുത് ചേച്ചി. ചേച്ചി മീനാക്ഷി പക്ഷം ചേർന്ന നഷ്ടമാവുന്നത് ചേച്ചിയുടെ ഭാവി തന്നെയായിരിക്കും. പരാജയപ്പെടുന്നത് ചേച്ചി ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന മോഹങ്ങൾ തന്നെയായിരിക്കും. അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അസുഖം ബാധിച്ചു കിടന്നപ്പോ മീനാക്ഷിയും ശിവാനിയും കൂറ് ഭാവിച്ച് അടുത്തുകൂടിയത് മീനാക്ഷിയുടെ കുതന്ത്രമാണ്. ദുർമന്ത്രവാദിനിയാണ് മീനാക്ഷി എന്ന് അറിയില്ലേ? ചേച്ചിയെ പുറത്താക്കി പച്ചേമാൽ ജ്യേഷ്ഠനും ഒത്തുള്ള ഒരു കുടുംബജീവിതം. ചേച്ചിയുടെ ഈ മനംമാറ്റത്തിന് പിന്നിൽ മീനാക്ഷിയുടെ ആ സ്വാർത്ഥതയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. സമ്മതിക്കുന്നോ? നമ്മൾ മീനാക്ഷിയോട് പൊരുതി തോറ്റു, സമ്മതിക്കുന്നു. പച്ചേമാൽ ജ്യേഷ്ഠനും ഒത്തുള്ള ചേച്ചിയുടെ ജീവിതം, അഴകേശൻ ജ്യേഷ്ഠനും ഒത്തുള്ള എന്റെ ജീവിതം, നമ്മുടെ ഉള്ളിൽ വല്ലാതെ വേരുറച്ചു പോയ ആ മോഹങ്ങൾ ഇപ്പോഴും തോൽക്കാതെ ബാക്കി നിൽപ്പില്ലേ? നമ്മുടെ തോൽക്കാത്ത മോഹങ്ങൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ഇനിയും ഒരുമിച്ച് നിൽക്കണം. അതിന് ചേച്ചിയും അഴകേശൻ ജ്യേഷ്ഠനും ഈ തറവാട്ടിൽ തന്നെ ഉണ്ടാവണം. വേണ്ട ചേച്ചി, പോകണ്ട. എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് പോവരുത്. എനിക്ക് വാക്ക് തരണം, പോവില്ലെന്ന്. എനിക്കൊന്നുകൂടി ആലോചിക്കണം. ചേച്ചിയും മീനാക്ഷിയും സഖ്യത്തിലായാൽ തകരുന്നത് ചേച്ചിയുടെ ജീവിതം തന്നെയായിരിക്കും. കരിയുന്നത് ചേച്ചി ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന മോഹങ്ങൾ തന്നെയായിരിക്കും. ചേച്ചി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയോ? തറവാട് വിട്ടു പോകുന്നോ? ഇല്ല, എന്റെ പച്ചയമാലേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടി എന്നെ ശുശ്രൂഷിച്ച് മനസ്സുമാറ്റിയ കുടിലമതിയാണ് മീനാക്ഷി. എന്റെ മുറച്ചെറുക്കനെ എനിക്ക് വേണം. ജീവിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച്. അതിനായി നമ്മൾ വീണ്ടും പോരാട്ടം തുടരുന്നു. എപ്പോഴാ എന്റെ ചേച്ചി പഴയ മണിമേഖല ചേച്ചി ആയത്? അല്ല, ചേച്ചി ഇതുവരെ പോകാൻ തയ്യാറായില്ലേ? എങ്ങോട്ട്? നമ്മുടെ തറവാട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളാന്നല്ലേ ചേച്ചിനോട് പറഞ്ഞത്? പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷെ നമ്മൾ ഈ തറവാട് വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ മീനാക്ഷിയുമായുള്ള പോര് തുടരാൻ തന്നെ തീരുമാനിച്ചു. ചേച്ചിക്ക് എന്താ ഭ്രാന്താണോ? അതെ, ഭ്രാന്ത് തന്നെ. എന്റെ മുറച്ചെറുക്കനെ സ്വന്തമാക്കുന്നത് വരെ ഈ ഭ്രാന്ത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരാപത്ത് വന്ന് കിടപ്പായപ്പോ സ്വന്തം സഹോദരിയെ പോലെ, പെറ്റമ്മയെ പോലെ ഒപ്പം നിന്ന് ശുശ്രൂഷിക്കാൻ ഈ മീനാക്ഷിയും ശിവാനിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീനാക്ഷിയും ശിവാനിയും കൂടി തിരിച്ചു തന്നൊരു ജീവനാണ് ഇപ്പൊ ചേച്ചിയുടെ ഉള്ളിൽ തുടിക്കുന്നതെന്ന് ഓർമ്മ വേണം. അഴകേശ, നീ ഇപ്പോൾ ഓർക്കാൻ പറയുന്നതൊക്കെ മണിമേഖല മറക്കുന്നു. മണിമേഖല അവളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. തൽക്കാലം അത്രയും മാത്രം അറിഞ്ഞാ മതി. ഷടാ, ഇതെന്തൊരു ജീവിതം!
ശിവാനി ഒപ്പമുള്ളിടത്തോളം കാലം മീനാക്ഷി ഒരു ചുക്കും ചെയ്യാൻ അവർക്ക് കഴിയില്ല. ശിവാനി പാർവതി ദേവിയാണെന്ന സത്യം ഈ ഭ്രാന്തിയോടൊന്ന് തുറന്നു പറഞ്ഞാലോ? ഓ വേണ്ട, അത് വേണ്ട. സത്യം തുറന്നു പറഞ്ഞ ദേവി എന്നെ തകർത്തിരിക്കും. എന്റെ ദേവി പൊറുക്കണേ. ജ്യേഷ്ഠ, നിന്റെ അസുഖമൊക്കെ ഭേദമായല്ലോ അല്ലേ? ഇങ്ങനൊരു ആശ്വാസവാക്കെങ്കിലും പറയാൻ തോന്നിയല്ലോ. എന്നെ കണ്ടതുകൊണ്ടാണോ എണീറ്റ് പോകുന്നത്? എന്റെ അസുഖമൊക്കെ പൂർണ്ണമായും ഭേദമായി. പകർച്ചവ്യാധിയൊന്നും എന്നിലിപ്പം നിലനിൽക്കുന്നില്ല ജ്യേഷ്ഠ. നിനക്കിപ്പോ എന്താ വേണ്ടേ? പഴയ പച്ചൈമാലേട്ടനെയാണ് എനിക്ക് വേണ്ടത്. ജ്യേഷ്ഠൻ എത്ര സന്തോഷവാനായിരുന്നു. ആ ശാപം പിടിച്ച മീനാക്ഷിയെ കെട്ടിയതോടെ ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ജ്യേഷ്ഠന്? ഇല്ല, അവളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന വിശേഷം ഇപ്പോഴും എന്റെ രക്തം തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള വൈരാഗ്യമുണ്ട് എനിക്ക്. കൊല്ലുകയൊന്നും വേണ്ട, ആ വീഴപ്പ് ഭാണ്ഡത്തെ അങ്ങ് ഉപേക്ഷിച്ച പോരെ? ഉപേക്ഷിക്കാമായിരുന്നു. ഉപേക്ഷിക്കണം തന്നെയാ ഇപ്പോഴും എന്റെ മനസ്സ് മന്ത്രിക്കുന്നേ. പക്ഷേ മഹാരാജാവ് ഇടപെട്ട് നടത്തിയ വിവാഹബന്ധമായി പോയില്ലേ? അവൾ രാജാവിനോട് പരാതിപ്പെട്ട പിന്നെ എന്റെ സ്ഥാനം കാരാഗ്രഹമായിരിക്കും. ഒന്നിനും നിവൃത്തിയില്ല മണിമേഖലേ. വിഷമിക്കാതെ ജ്യേഷ്ഠ, അവളെ ഉപേക്ഷിക്കാനുള്ള ഒരു ഉറച്ച മനസ്സ് ജ്യേഷ്ഠനുണ്ടല്ലോ. അത് കൈമോശം വരാതിരുന്നാ മതി. ചേച്ചി, മണിമേഖല ചേച്ചി വീണ്ടും പഴയ പടിയായി. ചേച്ചിയെ തറവാട്ടിൽ നിന്ന് ചാടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് നിനക്കെങ്ങനെ മനസ്സിലായി? മണിമേഖല ചേച്ചിയും പച്ചൈമാൽ ജ്യേഷ്ഠനും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. അവരെന്താ സംസാരിച്ചത്? ചേച്ചി ഉപേക്ഷിക്കുന്ന വിഷയം തന്നെ. മീനാക്ഷി എന്ന വിഴുപ്പ് ഭാണ്ഡത്തെ ഉപേക്ഷിച്ചുകൂടെയെന്ന് മണിമേഖല ചേച്ചി. രാജാവിന്റെ കടുത്ത ശിക്ഷയെ ഭയന്നാണ് ഉപേക്ഷിക്കാത്തതെന്നാ പച്ചൈമാൽ ജ്യേഷ്ഠൻ പറഞ്ഞത്. മഹാരാജന്റെ ശിക്ഷ, ആ ഒരു ബലത്തിൽ മാത്രം നിലനിൽക്കുന്ന ദാമ്പത്യ ബന്ധം. മഹാദേവ ഭഗവാനെ, മണിമേഖല വീണ്ടും പത്തിയെടുക്കുകയാണോ? അങ്ങ് വീണ്ടും പരീക്ഷണം തുടരുകയാണോ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? എന്നെ ഉപേക്ഷിക്കാൻ വൈകുന്നത് മഹാരാജന്റെ ശിക്ഷ ഭയന്നാണല്ലേ? അതെ, നിന്നെ ഉപേക്ഷിക്കാൻ മഹാരാജാവ് കൽപ്പിച്ച് ഉത്തരവുണ്ടാകണേന്നാണ് എന്റെ പ്രാർത്ഥന, ഊണിലും ഉറക്കത്തിലും. ഉത്തരവുണ്ടായാൽ ഒരു നിമിഷം പോലും പുനരാലോചനയില്ലാതെ ഉപേക്ഷിച്ചിരിക്കും നിന്നെ. എന്റെ ഭാര്യയാകാൻ യോഗ്യതയുള്ള ഒരേ ഒരു പെണ്ണ് എന്റെ മുറപ്പെണ്ണായ മണിമേഖലയാണ്. ഞാൻ അവളെ സ്വീകരിച്ചിരിക്കും. നടക്കില്ല. എത്രയോ കാലമായി നിങ്ങളുടെ പീഡനങ്ങളും അവഗണനകളും ഏറ്റുവാങ്ങുന്നവളാണ് ഞാൻ. ഭൂമി ദേവിയോളം ക്ഷമിക്കുന്നവളാണ് ഞാൻ. ഇനി ക്ഷമിക്കാൻ സാധ്യമല്ല. ക്ഷമിക്കാതെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? കേൾക്കട്ടെ. ഞാൻ മഹാരാജാവിനെ കാണുന്നു. നിങ്ങളുടെ പീഡനങ്ങളെക്കുറിച്ച് ആവലാതി ബോധിപ്പിക്കാൻ പോകുന്നു. ഓ, നീ
ഒന്ന് ആവലാതി ബോധിപ്പിച്ച് കിട്ടിയാ മതി. അപ്പോ മഹാരാജാവ് എന്നെ വിളിപ്പിക്കുമല്ലോ. നിന്റെ അബദ്ധസഞ്ചാര ചരിത്രം ഒന്നൊന്നായി ഞാൻ എണ്ണി പറഞ്ഞിരിക്കും. ആവലാതി ബോധിപ്പിക്കുമത്രേ. പതിവ്രത രക്തത്തിന്റെ ഭീഷണി നോക്ക്. നിനക്കെതിരെ സാക്ഷിമൊഴി ബോധിപ്പിക്കാൻ രാജരത്നവും മുരുകനും എന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കും. ദാമ്പത്യ ബന്ധം വേർപെടുത്താൻ ഭാര്യയുടെ വഴിവിട്ട ജീവിതത്തെക്കാൾ ശക്തമായ മറ്റൊരു കാരണം വേണ്ടല്ലോ.